സുലുവി ജ്യോതിഷം കഥ എഴുതി നൗഫൽ അബ്ദുൾ സംവിധാനം ചെയ്ത നെല്ലിക്കാമ്പുഴയിൽ നൈറ്റ് റൈഡേഴ്സ് പടത്തിൻ്റെ റിലീസായിരുന്നു ഇന്ന് രാവിലെ. മൂവി നമ്മളിപ്പോൾ കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എനിക്ക് ഫീൽ ചെയ്ത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. കാരണം അതേ സെയിം ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു പ്രദേശം, കുറച്ച് വായനശാല, അവിടുത്തെ കുറച്ച് നാട്ടുകാർ, അവിടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു. ഇതിനകത്ത് എനിക്ക് രണ്ടിനകത്തും കുറേ സിമിലറായിട്ട് കുറേ സംഭവങ്ങൾ എലമെൻറ്റ്സ് എനിക്ക് ഫീൽ ചെയ്തു. പക്ക ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നി. കുറേ ഇടത്ത് എനിക്ക് അതിൻ്റെ ഒരു റെഫറൻസ് വന്നു. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശം, വായനശാല, അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന മാത്യൂസിൻ്റെ ചെറിയ പ്രേമം, പിന്നെ ഗ്രാമത്തെ മൊത്തത്തിൽ അലട്ടുന്ന രീതിയിലുള്ളൊരു പ്രശ്നം, ഈ പ്രശ്നത്തിനെല്ലാം കൂടെ ഒരു പരിഹാരം കാണുക എന്നുള്ളൊരു രീതിയിലാണ് കഥയുടെ പോക്ക്. തിയേറ്ററിൽ കണ്ടിരിക്കാനായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, മൂവിയിൽ കുറേ ഹൊറർ സാധനങ്ങളുണ്ട്. ഹൊറർ ഫീൽ കിട്ടുന്ന, അതായത് മെറിൻ ഫിലിപ്പൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടറിൽ കുറേ ഹൊറർ ഫീലും, ആ ഹൊറർ ഫീൽ കിട്ടുന്ന കുറേ രംഗങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, ഒരു ജസ്റ്റ് നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടാക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇതിനകത്ത് നല്ലതായിട്ട് കൈകാര്യം ചെയ്ത് എടുത്തു പോയിട്ടുണ്ട് മൂവിയിൽ. ആ ഒരു കാര്യത്തിൽ പടത്തിൽ വർക്കാണ്. അതിപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അത് ഈ OTT എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. അപ്പം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആകെപ്പാടെ ഈ മൂവിനെ നമ്മളെ പിടിച്ചിരുത്തുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഹൊറർ പരിപാടികൾ ഒക്കെ ഉള്ളതുകൊണ്ട് അടുത്തത് എന്താവും എന്നുള്ളൊരു ആ ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ പേടി ഉളവാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആ ഒരു സംഭവം മാത്രമേ എനിക്ക് ഈ ഒരു മൂവിയിൽ വർക്കായുള്ളൂ. അതെല്ലായിടത്തും നല്ലതായിട്ട് ഒരു ഹൊറർ ടച്ച് കൊണ്ടുവരാനായിട്ട് നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ കോമഡികൾ, സാധനങ്ങളെല്ലാം പടത്തിനകത്തുണ്ട്. ഇതിനകത്ത് മെയിൻലി ഉള്ളത് മാത്യൂസ്, ഷർസാബ, അതേപോലെ തന്നെ റോഷൻ ഷാനവാസ് ഒരു കൂട്ടുകെട്ടാണ്. ഇവർ ത്രൂ ഔട്ട് കഥയുടെ ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ ഇവരിലൂടെയാണ് കഥ നടക്കുന്നത്. പിന്നെ മാത്യൂസിൻ്റെ കാമുകിയായിട്ടുള്ള മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ആളും ഇതിനകത്ത് ഒരു പ്രധാന ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ആളുടെയും ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് എപ്പോഴും ഏതൊരു സ്ഥലത്ത് ഏതൊരു ഫ്രെയിമിലും എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഈ മൂന്ന് പേരെയാണ്: ഷർസാബ, മാത്യൂസ്, അതേപോലെ തന്നെ റോഷൻ ഷാനവാസ്. ഇവരുടെ കൂട്ടുകെട്ട് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ആളാണ് അബു സലീം, അതേപോലെ തന്നെ റോണി ഡേവിഡ്, നമ്മുടെ നസീർ സംക്രാന്തി. ഇവരൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ ആ ഒരു ആൾക്കാരിൽ മെയിനായിട്ടുള്ള റോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിപ്പം എനിക്ക് പ്രത്യേകിച്ച് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആ ഒരു നാട്ടുകാരെല്ലാം ഫീൽ ചെയ്യുമ്പം വേറൊരു കാരണം എനിക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ളത് റോണി ചേട്ടനാണ്. അപ്പോൾ റോണി ഡേവിഡ് ആ ഒരു മൂവിയിലും ഈ ഒരു മൂവിയിലും കാണുമ്പോഴും എനിക്ക് ഓൾറെഡി കുറേ കഥകളിലും എല്ലാം കുറേ റെഫറൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതൂടെ ആയപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഫീൽ ആയി. അതിനകത്തെ പോലെ പോലീസ് ക്യാരക്ടർ അല്ല, ആൾ ഒരു നാട്ടുമ്പുറം ആളുടെ ക്യാരക്ടറാണ്. പിന്നെ വായനശാല, പിന്നെ ഇതിനകത്തൊരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. ആ പയ്യൻ കറക്റ്റായിട്ട് വന്നിട്ട് കോമഡി സംഭവങ്ങളൊക്കെ ചെയ്ത് നൈസായിട്ട് പോകുന്നുണ്ട്. പടം ഓവറോൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാനുള്ള പടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ലേ, ഹൊറർ പരിപാടി കാണാനായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോവാം. തിയേറ്ററിൽ പോയാൽ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ, ആ ഒരു സൗണ്ട് എഫക്ട്സും പരിപാടിയും എല്ലാം. പടം സിനിമാറ്റോഗ്രാഫിയും അതേപോലെ തന്നെ കളർ ഗ്രേഡിങ് അങ്ങനത്തെ സാധനങ്ങളും, അല്ലെങ്കിൽ ആ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു പഴയ ഫീലും അതെല്ലാമായിട്ട് കൊണ്ടുവരാനായിട്ട് പക്കയായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മ്യൂസിക് ഓൾറെഡി ഒരു പാട്ട് ഹിറ്റായിരുന്നു, കലമാനെ. ആ സോങ് അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ, തിയേറ്ററിൽ പോയി കാണാൻ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിയേറ്ററിൽ പോയി കാണേണ്ടവർക്ക് ആ ഒരു ഹൊറർ സംഭവം കാണാനായിട്ട് തിയേറ്ററിൽ പോയി കാണാം എന്നുള്ളതാണ് ഈ ഒരു മൂവിയിൽ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. കുറച്ച് ഒരു ഹൊറർ പരിപാടി ഇതിനകത്ത് നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു കൂട്ടുകെട്ടിൽ ചുമ്മാ ഒരു ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോയി ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ്.